കുലുക്കാൻ നേരെ നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ജീപ്പിന്റെ വീല് പഞ്ചറാങ്ങേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് വരായിരുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല, സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ പാവം, കണ്ണിലെന്ന് തോന്നണം. എന്തിനാ കണ്ണ്? ഈ ആലിലക്കണ്ണ് എനിക്കിഷ്ടമായി. ഞാനിപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ഐസിയിലും 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ. ഹലോ, ആരാ? ഞാനിവിടെ ഇരിക്കുന്നോട്ട് തോന്നാണോടാ, വച്ചിട്ട് പോടാ പറ്റി ഫോൺ. കുഷ്ഠരോഗ ആശുപത്രിയാണെന്ന്. ഇവനൊക്കെ കുഷ്ഠം വന്ന് ചാവുള്ളൂ. പന്നി എന്റെ കണക്കും തെറ്റിച്ചു. ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. അച്ഛന് മരുന്ന് വാങ്ങണായിരുന്നു. കുറച്ച് പൈസ തന്ന് സഹായിക്കൂ. അത് ശരി. അപ്പൊ കാർഡൊന്നും അടിച്ചില്ലേ? കാർഡോ? അതെ, എന്റെ അച്ഛൻ തടിമില്ലിൽ തടി അറുത്തോണ്ടിരിക്കുമ്പോൾ തടി വീണ് തടി കേടായി ആശുപത്രിയിലാണ്. തടിമാടന്മാരായ 3 ആങ്ങളമാരുണ്ടെങ്കിലും ആ 3 പേര് മന്ദബുദ്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡ് അടിച്ചു കൊടുത്തിട്ടല്ലേ ഇതുപോലുള്ള തട്ടിപ്പ്. അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ, എന്റെ അടുത്ത് വേണ്ട. അയ്യോ, ഞങ്ങൾ അത്തരക്കാരല്ല. എന്തിനാ ഇങ്ങനെ കൈനീട്ടാൻ നടക്കുന്നേ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, കാണാനും കൊള്ളാം. എവിടെങ്കിലും പോയി വീട്ടു ജോലി ചെയ്ത് ജീവിച്ചൂടെ? കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആരാ വീട്ടു ജോലി തരണേ? കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ഇയാള് രാവിലെ പത്രം വായിക്കും, രാത്രി ടിവിയും കാണും. എന്തിനാ മോളെ എന്റെ അടുത്ത് ചുമ്മാ നമ്പർ ഇറക്കുന്നേ? ഞാനൊരു എസ്റ്റിന് മുത്ത് നടത്തുന്നതാ, എന്റെ ഫുൾ നമ്പറാ. ഈശ്വര, എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നുണ്ടോ? ശരി, കണ്ണിന് കാഴ്ചയില്ലാന്ന് ബോധ്യം വന്നാ ഞാൻ കുട്ടിയെ സഹായിക്കാം. അതിനൊക്കെ ചില നിസാര ടെസ്റ്റുകളേ ഉള്ളൂ. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ഈ ടെസ്റ്റ് പോരാ. എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം. ഇയാള് പെണ്ണാണെങ്കി ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും. ഇതെന്റെ പുതിയ ടെസ്റ്റാ, ഞാനിപ്പോ കണ്ടുപിടിച്ചോളൂ. ഞാനാ ഇവിടുത്തെ ആളാ, സ്ലിപ്പായി ടച്ച് ആയതാ. എന്ത് പോക്കത്തടി കാണിക്കണ? നിന്റെ ഈ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പേടിച്ച് ചത്ത ആരുത്തരം പറയോടാ? അല്ല കല്ലിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീ ആളാ? ഉമ്മറ ഉമ്മച്ചന ഉമ്മ കോശിയ നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ. അങ്ങനെ നീ പറയുമ്പോ ഉമ്മക്കാരൻ എന്നെ കിട്ടില്ല. ആ ഉമ്മയല്ല, നിന്റെ ഐശുമ്മനൊന്ന് കാണട്ടാ. ചതിക്കല്ലേ ചന്ദ്ര, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇത് മറ്റാരും അറിയരുത്. വടി 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 ദൈവത്തെ ഓർത്ത് കുഞ്ഞു കരയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അറിയാണ്ട് കൈ തൊട്ട് മേത്ത് കൊണ്ടതാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചന്ദ്ര. എന്നിട്ടെന്തിനാ ഇന്നലെ ഞാൻ 200 കറഞ്ഞു ചോദിച്ചപ്പോ നിനക്കത് ഗമയായിരുന്നു? ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം ലജ്ജാവഹം. കുട്ടി കരയല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കുട്ടി കാര്യം അറിയാതെ ഇങ്ങനെ കരയരുത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്ത കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി, കുട്ടി എന്നോട് ക്ഷമിക്കണം. പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പടത്തുന്ന കാലം അത്, അതുകൊണ്ട് പറ്റിപ്പോയതാ. ശരിക്കും അച്ഛൻ എന്താ അസുഖം? നല്ല പനിയും വിറയലും ഉണ്ട്. മരുന്ന് കഴിച്ച അച്ഛന്റെ അസുഖം മാറിയാലേ തെരുവില് സർക്കസ് നടത്താൻ ഒക്കൂ. നിങ്ങൾ സർക്കസാരാ? നമ്മുടെ പുറമ്പോക്കിലൊന്ന് ടെന്റ് അടിച്ചിരിക്കുക. എന്താ കുട്ടിയുടെ പേര്? ചെമ്പകം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? അച്ഛന്റെ അസുഖം കുറയാണെങ്കിൽ പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ വളരെ ഉപകാരം. ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ ആക്കാം. വേണ്ട, എന്റെ വടിയുണ്ട്. വേഗം പോയിക്കോളൂ, മരുന്ന് വാങ്ങിയാൽ ടെക്കനെ എത്തിക്കോളാം. അങ്ങനെ ഇയാള് മരുന്ന് തൊട്ട് ടെക്കനെ എത്തണ്ട, ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് കൈരരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാണ് പോയാ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലമ്പടൻ പാവം, ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടം, ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ
ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ. എന്ത് ചെയ്യാനാ? ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ? എന്തിനെന്നോട് ഈ ക്രൂരത കാണിച്ച്? പാട്ടി. എന്നെ വിളിച്ചോ? ഹലോ, ഞാൻ പ്രസാദ്. മനസ്സിലായി മനസ്സിലായി. വിമൽ കുമാർ അല്ലേ? ഓ, ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. താങ്ക് യു. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽ കുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. പൂച്ചക്കണ്ണാണല്ലേ? 4 കാലിലെ വീഴൂ. ആ, ദേ ആളെത്തിയല്ലോ. സാറ് പോയി അകത്തിരുന്നോ, ഞാൻ പോയി വിളിച്ചോട്ട് വരാം. ഇരിക്കണ കണ്ടില്ലേ കള്ളൻ. ഒരു എക്സ്ക്യൂസ് മീ, ലക്ഷ്മി കുഞ്ഞിന് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യാ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും. ബൂത്തിലെ നമ്പർ ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടെ. അമ്മയ്ക്കോ അച്ഛനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും കൊടുത്തോളൂ. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ബോയ് ഫ്രണ്ട് ഇല്ല, ഈ വിഷമിക്കുന്ന എന്തിനാ? 33415 വിളിച്ചാ മതി. അവിടെ എന്തിനും പോകുന്ന നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആധാരുടെ നമ്പറാ? വിമൽ കുമാറിന്റെ. അതാരാ? ആരാ പാട്ടിൽ തല്ലിട്ട് പോയെ? ആരോടും പറയണ്ട, എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചാണ്ടല്ലോ, മൂർഖനാ ഞാൻ, മൂർഖൻ. ഞാൻ തന്നെ മേടിച്ചു പോയി. അമ്മ എന്തേലും ആവശ്യമില്ല വിളിച്ചാ മതി. പിന്നെ സന്ധ്യ കഴിഞ്ഞ് കുട്ടിയെ പുറത്തേക്ക് ഇറക്കണ്ട. ഈ കോളനി അത്ര ശരിയല്ല, അതുകൊണ്ടാ. എന്ന് കരുതി ചെമ്പം പേടിക്കൊന്നും വേണ്ട. തൊട്ട് മുമ്പിലെ പെരെ തന്നെ ഞാനുണ്ട്. എന്തിനു വന്ന ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തനോട് തല വെക്കില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. ആരടാ അവിടെ? അവിടെ ആരുമില്ല, നിന്റെ നിഴലാത്. നിഴലായാലെന്താ? ചോദിക്കാതെ ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവനൊക്കെ തല കയറി നിരങ്ങും. ഇവന്റെ ഒരു കാര്യം. ഓ, എന്റെ നിഴലിന് ജുറാസി പാർക്കിന്റെ ഛായ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ, ഒരു പണിക്കും പോവാണ്ട്. രാത്രിയിൽ ഇരുന്ന് ഉറക്കൂലേ? മുമ്പിൽ നിന്ന് മാറിക്കട, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടി പഴയതിലേക്ക് വലിച്ചറിയും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. രാവിലെ പത്രത്തിൽ വായിച്ചുള്ളൂ, മഞ്ചേരിലൊരു കൊല നടന്നു. കൊല നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണണേ. എന്താ കാണാനേട്ടാ? തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ലടാ. ഓ, ഒന്നും ചോദിക്കണ്ടായിരുന്നു. നീ ഒന്നുകൂടെ അങ്ങ് വളഞ്ഞല്ലോ. വളഞ്ഞു പോയെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിവർത്തിക്കോളാം. താൻ ആദ്യം തന്നെ മൂലക്കുരി ശരിയാക്കാൻ നോക്ക്. ചോര തൂറി ചാവറായി തെണ്ടി. എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല. തല മുടിയില്ലാത്തവൻ, കഷട്ടി, വൃത്തികെട്ടവൻ. അയാളെന്താ വളഞ്ഞു എന്നൊക്കെ പറഞ്ഞേ? അതെ, എനിക്കൊരു 6 അടി പൊക്കമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ അല്പം കുനിഞ്ഞു വളഞ്ഞേ നടക്കാറുള്ളൂ. കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ഇവനൊക്കെ എന്നോട് അസൂയ. എനിക്ക് പാലിന്റെ നിറമാണേ. പാലിന്റെ നിറോ? തൂവെള്ള, ഓഫ് വൈറ്റ്. കണ്ണുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ കാണായിരുന്നു. ദൈവം എന്നെങ്കിലും ചെമ്പകത്തിന് കാഴ്ചയായിരുന്നു. ഞാനും പ്രാർത്ഥിക്കാം. കേട്ടോ കുഞ്ഞാ, ഇവള് പറയണേ എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഒന്ന്. അതിനിവിടെ സർക്കസമനൊന്നും ഇല്ലോ. പിന്നെ ഇയാള് ജോലിക്കോട്ട് വേണമല്ലോ ഇവിടെ കുടുംബം പോലെ. അയ്യോ അതല്ല, വെറുതെ ഇരിക്കുമ്പോ മനസ്സിലെ സങ്കടങ്ങൾ കൂടാ, അതുകൊണ്ടാ. എന്നാലൊരു കാര്യം ചെയ്, നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് പോന്നോളൂ. അവിടെ ആകുമ്പോ എനിക്കൊരു സഹായം ആവൂലോ. അല്ല, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ബൂത്ത് പൊട്ടാതെ എനിക്ക് പുറത്തു പോവാലോ. അത് കൊള്ളാം. എന്നാ ചെമ്പകം നാളെ തന്നെ ചാർജ് എടുത്തോളൂ. ഗണപതിയാ, തൊഴുതോളൂ. കുറച്ചുകൂടി ലെഫ്റ്റ് തിരിഞ്ഞോളൂ. ലെഫ്റ്റ്. ആ, ബ്ലൈൻഡാ ബ്ലൈൻഡാ.
ഇനി നമുക്ക് ഫോണിന്റെ അരിസ്റ്റർ കുറിക്കാം. കസേരയായി ഇരുന്നോളൂ. പിടിച്ച് മുമ്പിലിരിക്കുന്ന ടെലിഫോൺ. ചിലർ വന്ന് സ്വയം നമ്പർ കുത്തി വിളിച്ചോളും. വേറെ ചിലർ വന്ന് നമ്പർ പറയും. അപ്പൊ നമ്മൾ തെറ്റാതെ വിളിച്ചു കൊടുക്കണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ കയ്യൊന്നും ഞാൻ എടുക്കുകയാണേ. ഈ മടക്കിയ വിരലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ടെലിഫോൺ ബൂത്ത് നടത്താനുള്ള മിനിമം യോഗ്യത ഒരു ചൂണ്ടാണി വിരലെങ്കിലും വേണമെന്നുള്ളതാ. ഈ വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇല്ലാട്ടോ 0. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ വിളിക്കാൻ വന്ന ആള് 493915 ഒന്ന് വിളിച്ചു തരുമെന്ന് ഞാൻ പറയും. അപ്പതാ ചെമ്പകന്തേ ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെക്കുക. തേനീച്ച മൂളുന്ന പോലെ ചെറിയ ശബ്ദം കേട്ടില്ലേ? അതാണ് ഡയൽ ടോൺ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാ ദാ ഇങ്ങനെ 493915 അത്രേ ഉള്ളൂ. ബെല്ലടിക്കുന്നുണ്ടോ? അവിടെ ഹലോ എന്ന് പറയുമ്പോ ഹോൾഡ് ചെയ്യൂന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരണം. എന്താ? ഹലോ ഹോൾഡ് ചെയ്യൂ. ഹലോ ഹോൾഡ് ചെയ്യൂ. അയ്യോ ഇങ്ങോട്ട് തരൂ തരൂ. ഹലോ ഇത് ഏത് നമ്പറാ? ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ സർക്കിളാ. ഞാൻ സ്ക്വയറാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. വെക്കണ ഫോൺ. ഗണപതി കൊച്ചപ്പോ ഇടിവഴിപാടായേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ വിളിച്ച് ഇതുപോലെ ഇടിവിട്ട് തമാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇനിയും കളിക്കാം. കുഞ്ഞോ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എന്നിട്ട് ചക്കയ്ക്ക് ഒരാൾ ചോറ് നീ തന്നില്ലല്ലോ. നിന്റെ പെണ്ണിനെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. കൊള്ളാം, നല്ല സുന്ദരി കൊച്ച്. നിങ്ങൾ തമ്മി നല്ല പൊരുത്തവാ. എന്റെ ചക്കമുമ്പേ ഇത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ല. കണ്ടാൽ അങ്ങനെ തോന്നു. ചക്കയ്ക്ക് ചായക്ക് കാശ് താടാ കുഞ്ഞാ. ഓ ചായ ആക്കണം എന്തിനാ? ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ചായ തന്നെ മതി. ഓ ഈ ചക്കമ്മയുടെ ഒരു കാര്യം പറയുന്ന കേട്ടില്ലേ? നമ്മൾ തമ്മിൽ നല്ല പൊരുത്തോമ്പ്. പുറപ്പെട്ടു. എന്തേത്? പുറപ്പെട്ടു. ഹലോ എന്തോ ഹലോ എന്നെ വിളിച്ചാ? മനുഷ്യനെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂലേ? ഞാൻ ടെസ്റ്റ് ചെയ്യാം. പട്ടി അല്ല ഓൾ ഇന്ത്യ റേഡിയോ. പിടിച്ചേ തന്റെ കോപ്പി നിന്റെ ശബ്ദം എന്താടാ? ഒന്ന് അനൗൺസ് ചെയ്തേ. നീ ചാപോടാ. ആ കഴുത്തെ കയറ് കെട്ടിയാ ഇവനൊക്കെ സൗണ്ട് ഒക്കെ ചെയ്യുന്നത്. ഒരു കോപ്പിലെ സൗണ്ട് എഞ്ചിനീയർ. എന്നിട്ട് കൊളാമ്പി കുറ്റവും. ഇല്ല, ഫോൺ ബിൽ അടയ്ക്കാൻ ടൗണിൽ പോയിരിക്ക. കുഞ്ഞിന്റെ ആരാ കുട്ടി? നാണിക്കണ്ട, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതിരിക്കട്ടെ, എന്നാ കല്യാണം? പറയൂതേ, ബാബ കേൾക്കട്ടെ എന്ന്. ആരടാ ഈ കൽക്കട്ട മാവൻ? എന്താണ് നിനക്ക് വേണ്ടത്? അല്ല, കുഞ്ഞേട്ടൻ വന്നോ? ഞാനിപ്പോ വന്നുള്ളു ചെമ്പകം.
ആരെയാള്? എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല കല്യാണം എന്നാന്ന് ചോദിച്ചതാ കുഞ്ഞാ. കല്യാണം ചിങ്ങത്തും ഉണ്ടാവും. എന്താടാ മാമനൊരു എതിർപ്പുണ്ടോ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെങ്ങനെ ചൂടാവണേ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ. അമ്മേ ഓടാ അമ്മേ, അയ്യോ, അയ്യോ കുഞ്ഞേട്ടാ. തല്ലല്ലേ. കുഞ്ഞേട്ടാ, അമ്മേ. വേണ്ട. ഓടടാ. ഞാൻ പോയിക്കോളാമേ. ആ. അയ്യോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞേട്ടാ? എന്ത് ചെയ്യാനാ ചെമ്പകം, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ചെമ്പകത്തിന് ഞാൻ തല്ലൊന്നുമില്ല കേട്ടോ. ആ ചിങ്ങം പറഞ്ഞാ കല്യാണം നടത്തണം, അയാളോട് പറഞ്ഞും പോയി ഇല്ലേ? കൊറേ നേരം വരെ കേട്ടാൻ തുടങ്ങിയിട്ട് ഒരു തടിയാണെങ്കിൽ വേഗം കേട്ടടോ. ഇപ്പൊ പുറപ്പെട്ടാലും നാളെ പൊറസക്കവിടെ എത്താൻ പറ്റുള്ളൂ. നീയും കൂടി സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോവാം. ഒരിക്കൽ സഹായിക്കണേ എന്താ? ദേ എന്നേക്കാൾ പ്രായക്കൂടുതലെന്ന് ഞാൻ വിചാരിക്കൂല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതാണല്ലോ. കൂലിപ്പണിയെടുക്കാൻ പറ്റുള്ളൂ തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കുന്നത്? ആ സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടറോ, അല്ലെങ്കിൽ വേണ്ട. തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതാ എന്റെ രണ്ടാമത്തെ രാജിക്കത്ത്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു ആ, പോവാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമെന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടും. തനിക്ക് എത്ര ചെവിടി കേട്ടൂടെ? കിട്ടണം കിട്ടണം കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, അല്ലല്ലേ മുതലാളി, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. എടാ കൊറേ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്തൊരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ. എടാ രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കാൻ എനിക്കറിയാടാ. ഞാൻ ഈ സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തോളാം. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടി അടിക്കും. എന്റെ വയറ്റ് തടിക്കല്ലേ മുതലാളി. കള്ളം പറയുന്നു. ഞാൻ നിന്റെ കരണക്കുറ്റിക്കിട്ടല്ല അടിച്ചത്. അയ്യോ എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമ മുതലാളി. യാതൊരു പണിയറിയാൻ പാടത്തെ എന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി. എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. എന്നാ വീട്ടിൽ പോയി ഫാൻ ഇട്ടിരുന്നോടാ. അയ്യോ ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളാം. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി. ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. എന്തെങ്കിലും ഒരു പണി താ മുതലാളി. ആ എങ്കിൽ പോയി അവിടെ പോയി ഒരു ചായ മേടിച്ചിട്ടോ. അപ്പൊ മുതലാളിക്ക് വേണ്ടേ? അവന്റെ അമ്മായിയപ്പന്റെ സൗണ്ട് എഞ്ചിനീയർ. സാധനങ്ങളൊക്കെ ഇറക്കട്ടെ തോമ മുതലാളി. കമ്മിറ്റി ഓഫീസർ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് മതി. ശരി തോമ മുതലാളി. കാര്യം നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ എന്നെ തോമാ മുതലാളി എന്നൊന്നും വിളിക്കണ്ട. പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാൽ മതി. അതെന്താ തോമ മുതലാളി? തോമാന്ന് എന്റെ അപ്പം വിളിച്ചോളാ തെണ്ടി. ശരി തോമ മുതലാളി. ശരി മുതലാളി. ആ എവിടേത് ജീവിച്ചൊക്കെ ഇരിപ്പണ്ടാ? എന്താ നിനക്ക് മാത്രം ജീവിച്ചിരുന്നാ മതിയോ? 6 മാസമായിട്ട് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു ചോദ്യം. മരിക്കണ വരെ ജീവിച്ചിരിക്കുന്ന കളവന്റെ വിചാരം ചത്തുള്ളൂ പട്ടി. രണ്ടു മൂന്ന് ഒരു ഫോൺ ചെയ്യാൻ വന്നിട്ട് തിരിച്ചുപോയി. നീ ഇതെവിടെ നടക്കിയ? അവനിപ്പോ ഡോക്ടറല്ലേ? ഡോക്ടറാ? ആ പൊട്ടിപ്പന്റെ തന്തക്ക് മരുന്ന് കൊടുക്കൽ ചികിത്സിക്കലല്ലേ അവന്റെ ഇപ്പോഴത്തെ പണി. പാവങ്ങളാ, നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരാ ടാറ്റയുടെ മോനാ? എനിക്ക് 1.5 ആഴ്ച എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പാ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാടാ. പുറത്ത് കൂനായതുകൊണ്ടാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാഞ്ഞേ. കേക്കണോ? ആ പൊട്ടിയുടെ തന്തക്ക് മരുന്ന് കൊടുക്കാൻ ഞാൻ കൂടി വരട്ടെന്ന് ചോദിച്ചപ്പോ ഈ കാമക്കൂനം പറയാൻ പറ്റൂലെന്ന്. ഇവൻ ആകെപ്പാടെ വർഷങ്ങളായിട്ട് പറയണ്ടാ. ആ കണ്ണില്ലാത്ത പെണ്ണിനെ ബൂത്തി കേട്ടിട്ട് ഉമ്മ കൊടുത്ത് വളഞ്ഞു നിൽക്കുമ്പോ എങ്ങനെ? അപ്പൊ നേരെ നിന്നുള്ള സ്ഥിതി എന്തായിരിക്കും? കടമാഴ്ച കാശ് എടുക്കരുതാ. നിനക്ക് കടമില്ല. കടം വാങ്ങിച്ചതിന് ഇത്രയും അഹങ്കാരം പാടില്ല. നീ ഉമ്മ വെച്ചാ? അയ്യോ ഒരു കയ്യബദ്ധം പറ്റിയതാ. അതൊരു പാവം പെണ്ണ, കണ്ണില്ലാന്നുള്ളൂ, നല്ല മിടിക്കുക. ഇഷ്ടപ്പെട്ട നമുക്ക് ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല കാര്യോ? എന്തേ? കണ്ണില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൂടി അവിടെ സർക്കസ് ചേർന്ന പിന്നെ ഒരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടായിരടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാനും കാര്യമായിട്ട് പറഞ്ഞ. നീ ബൂത്തിലേക്കല്ലേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിവിടം വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യം ഒന്ന് ആലോചിക്കാം. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണൂട്ടേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു മുതുകില് മസലും വെച്ച് ഋത്തിക് റോഷൻ പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കുന്ന കൂനല്ല, അഹങ്കാരോ. ചുമ്മാ ഇരിടാ.